ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രത്തുള്ള ഇൻഫോസിസിലാണ്. ഇൻഫോസിൽ ബ്രിങ് യുവർ കിഡ് ടു വർക്ക് ഡേ എന്നൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ ഒരു ദിവസം കിഡ്സിനൊക്കെ അവിടെ ഫുള്ളി എൻജോയ് ചെയ്യാനുള്ള പല ആക്ടിവിറ്റീസും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് കളിക്കാനുള്ളതാണെങ്കിലും പിന്നെ നെയിൽ ആർട്ട്, ഫേസ് പെയിൻറ്റിങ്, അങ്ങനെ പല ആക്ടിവിറ്റീസും ഉണ്ടാവും ആ ഒരു ഫുൾ ഡേ. മെയിനായിട്ടിപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോസിസിൻ്റെ ക്യാമ്പസ് കാണാത്തവർക്കൊക്കെ വേണ്ടിയാണ്. നമുക്ക് ഇൻഫോസിസ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനി എന്നതിലുപരി ഇവരുടെ ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഇൻഫോസിസ് ഏകദേശം ഒരു 50 ഏക്കറോളം സ്ഥലത്തുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും ഇൻഫോസിസൊക്കെ കൂടുതലും നേച്ചറിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ഇവിടെ അകത്തേക്ക് ഇത് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 2 വരുന്ന ഒരു പ്രോപ്പർട്ടിയിലാണുള്ളത്. അപ്പോൾ നമുക്കിവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഫുള്ളി വേറൊരു വലിയൊരു പാർക്കിലൊക്കെ കയറിയൊരു ഫീൽ വരും. കാരണം ഇഷ്ടംപോലെ മരങ്ങളും പിന്നെ ഇരിക്കാനുള്ള സൗകര്യം, പിന്നെ ഇവിടെ കൃഷി, ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര രസമാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. വരുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്ന് പ്രൊമോട്ടേഴ്സ് പ്ലീസ് അറ്റൻഡ് ചെയ്യാവോ? അവര് ടീഷർട്ട് പെയിന്റിങ്ങിനാണ്. പ്ലീസ് പ്രൊമോട്ടേഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഒന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിലും അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ കുറച്ച് നേരം കറങ്ങി നടന്നു. മെയിനായിട്ടുള്ള ഇൻഡോർ ആക്ടിവിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫേസ് പെയിൻറ്റിങ്, നെയിലായിട്ട്, പിന്നെ കുറച്ച് ഷോപ്സ് എല്ലാം ഈ ഒരു ബിൽഡിങ്ങിലായിരുന്നു. ബിൽഡിങ്ങിൻ്റെ പേരെനിക്ക് ശരിക്കും കറക്റ്റ് ഓർമ്മയില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കറങ്ങി നടന്നു. പിന്നെ ഇപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാൻ വന്നു. ലഞ്ച് നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ റേറ്റ് വെച്ചാണെങ്കിലും വളരെ കുറവായിരുന്നു. ഞാനൊരു ഫിഷ് ഫ്രൈ പിന്നെ മീൽസും വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 130 രൂപയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ആക്ടിവിറ്റിയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇത് കണ്ടോ, രാവിലെ മുതൽ വന്നൊരു പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, എന്തോരാന്ന് നോക്കി. ഞങ്ങളിതിന് ആക്ച്വലി നോർമലി ചെരാതെന്നാട്ടോ പറയുന്നത്. വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് അറിയില്ല. എന്നാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും പല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഫേസിൽ കയറിയത് ഒരു ബിൽഡിങ്ങാണ്. ഇത് ഇവിടുത്തെ ഏകദേശം ഒരു പുതിയ ബിൽഡിങ്ങാണ്, അത്യാവശ്യം പുതിയൊരു ബിൽഡിങ്ങാണ്. ഇവിടെ ഇതുപോലെ പല പല ബിൽഡിങ്ങുകളുണ്ട് ഈ ഒരു ഏരിയയിൽ, പല പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ പിള്ളേർക്ക് കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മളൊന്ന് പ്ലേ ഏരിയയിലേക്ക് വന്നു. ഇനി ഏകദേശം തിരിച്ചു പോകാറായി, വൈകുന്നേരമായി. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇവിടെ നിന്ന് തന്നെ വീണ്ടും ഒരു ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി. എന്തായാലും ഒരു ഫുൾ ഡേ എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.